അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന ജീവനക്കാർക്ക് ഓണറേറിയം നൽകില്ലെന്ന് വനിതാ ശിശു വികസന ഡയറക്ടർ. അങ്കണവാടി പ്രവർത്തനം തടസ്സപ്പെട്ടാൽ ജീവനക്കാർക്കെതിരെ നിയമ നടപടി. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, ആശാ വർക്കർമാർക്ക് കൂടാതെ ഇപ്പോൾ അങ്കണവാടി ജീവനക്കാരും സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ്. അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. ഇവർ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായി ഉന്നയിക്കുന്നത്? രോഹിണി, ആശാ വർക്കർമാർക്ക് പിന്നാലെ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അംഗനവാടി ജീവനക്കാരും. പ്രതികാര നടപടിയുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. സമരം ചെയ്യുന്നവർക്ക് ഓണറേറിയം നൽകേണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനിതാ ശിശു വികസന ഡയറക്ടർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഒരു വിഭാഗം അംഗനവാടി ജീവനക്കാരാണ് മാർച്ച് 17 മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നടപടി. സമരം നടത്തുന്ന എല്ലാ ജീവനക്കാർക്കും അവർക്ക് ഓണറേറിയം നൽകില്ലെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. അതുപോലെ തന്നെ പ്രീ സ്കൂൾ വിഭാഗം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ വകുപ്പിന്റെ വിച്ഛേദമാണെന്നും ഈ രീതിയിൽ സമരം ചെയ്താൽ ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നുമൊക്കെയാണ് ഇപ്പോൾ വനിതാ ശിശു വികസന ഡയറക്ടറുടെ ഉത്തരവിൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇവർ വേതന വർധനവ് അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംഗനവാടി ജീവനക്കാരുടെ മിനിമം വേതനം 21,000 രൂപയാക്കണം, വേതനം ഒറ്റത്തവണയായി നൽകണം, അതുപോലെ തന്നെ ESI ആനുകൂല്യം നടപ്പിലാക്കുക, റിട്ടയർമെന്റ് ആനുകൂല്യമായി 5 ലക്ഷം രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്, ദിനം ദിവസമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശാ വർക്കർമാരോട് കൂടി നമ്മുടെ അംഗനവാടി ജീവനക്കാരും രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. സമരത്തിന് മുന്നോടിയായി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വിവിധ യൂണിയനുകൾ പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും യാതൊരുവിധ തീരുമാനവും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് മാർച്ച് 17 മുതൽ ഇവർ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇങ്ങനെ സമരം തുറന്നുകൊണ്ടുപോയാൽ കർശനമായും മറ്റ് കൂടുതൽ നടപടികളിലേക്ക് ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ശരി, ശ്രീനന്ദയാണ് വിവരം നൽകിയത്.